ഹലോ ചേട്ടാ, നമസ്കാരം കേട്ടാ. നമ്മുടെ കളങ്കാവൽ കേട്ടാ, മമ്മൂട്ടിയുടെ പടം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയും വിനായകനും അതായത് മത്സരിച്ച് അഭിനയിച്ചൊരു പടം എന്ന് വേണമെങ്കിൽ പറയാട്ടാ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയത്തിന്റെ മാത്രമൊന്നുമല്ല, മമ്മൂട്ടി ഒരു പ്രത്യേക ക്യാരക്ടർ എടുത്തിട്ടുണ്ട്. അതായത് വില്ലനിസം എന്ന് പറഞ്ഞാലില്ലേ, കാണിച്ചു തരുന്നുണ്ട്. അതൊരു പ്രത്യേക തരം ഒരു അഭിനയവും ആ കഥാപാത്രം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചെയ്തേക്കണം കേട്ടോ മമ്മൂട്ടി. പിന്നെ വിനായകൻ എടുത്ത് പറയണം എന്ന് പറഞ്ഞാൽ, വിനായകൻ കട്ടയ്ക്ക് മത്സരിച്ചേക്കാണ് മമ്മൂട്ടിയുടെ കൂടെ. അപ്പം വിനായകനും സൂപ്പറാണ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് കഥാപാത്രങ്ങൾ അതിൽ വരുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഗതി നിങ്ങളൊരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ് പോവുകയാണെങ്കിലും പടത്തിലൊരു ചെറിയ ലാഗ് എനിക്ക് തോന്നിയിട്ടാ. കുറച്ച് ലാഗ് ഇങ്ങനെ ചെറുതായിട്ട് ഫസ്റ്റ് ഹാഫിലൊക്കെ ചെറിയ ലാഗുകൾ തോന്നി. പക്ഷെ ആ ലാഗിനെ അല്ല, കഥയിൽ അത് നമുക്ക് മുഴുകിയിരുന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വർക്കൗട്ട് ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോക്കെ. ഇൻ്റർവെല്ലൊക്കെ വേറെ ലെവലിലാണ്, ക്ലൈമാക്സ് അതുക്കും മേലാണ് കേട്ടോ. അപ്പോൾ രണ്ടും നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് പടം വലരുത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പടമായിട്ടുണ്ട്. ആ ചെറിയൊരു ലാഗ് മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യട്ടോ. അപ്പോൾ അസ്സലാമു